Super Dancer Junior 5. Episode of Josko Super Dancer Junior 5. Super Dancer Junior 5. Hope is a walking dream എന്നത് അരിസ്റ്റോട്ടിലിന്റെ വാക്കുകളാണ്. നിങ്ങളുടെ ശുഭചിന്തകളും പ്രതീക്ഷകളും ആ സ്വപ്നങ്ങളുമാണ് ജീവിതത്തിൽ നിങ്ങളെ സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നത്. മികച്ച നർത്തകരാകുക എന്ന ആഗ്രഹത്തോടെയും സ്വപ്നത്തോടെയും സൂപ്പർ ഡാൻസർ ജൂനിയർ 5 എത്തിയ ഓരോ കൊച്ചുകൂട്ടുകാരോടും വിജയാശംസകൾ നേർന്നുകൊണ്ട് സൂപ്പർ ഡാൻസർ ജൂനിയർ 5 മറ്റൊരു പുതിയ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഒപ്പം സ്വാഗതം ചെയ്യുന്നു a lovely panel of judges. സുധാ മാം, ചാന്ദി മാസ്റ്റർ, സാരിയ ചേച്ചി, വെൽക്കം ടു our show judges. സൂപ്പർ ഡാൻസർ ജൂനിയർ 5 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി വേദിയിലെത്തുന്നത് സാഗറാണ്. മലയാളം ഡാൻസ് നമ്പർ റൗണ്ടിലാണ് സാഗർ പെർഫോം ചെയ്യാനെത്തുന്നത്. ഏത് സോങ് ആണ് സാഗർ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. So let's welcome സാഗർ. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എൻ്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ നിങ്ങളെല്ലാം കണ്ട ഇവനെ മറിച്ചിട്ടുണ്ടോ? ഇവന് മറിച്ചിട്ട് എന്ത് പ്രാക്ടീസ്? ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലേ. അടുത്ത് കയറിക്കൂട്ടെ, അടുത്ത് കയറാണ്ടിരിക്കും. ജീവനുണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. നീ വെറുതെ അഭിനയിച്ചാ പോരെ. സാറേ ഇല്ല, ഒരു രക്ഷയില്ല. നമുക്ക് പേത്തം കുത്ത നീ ഇന്നെ മറിച്ചു. ശിവ സാറാണോ? ശിവ സാറേ മറിച്ചിട്ട് പേത്തം കുത്ത മോളെ. വല്ല മനസ്സിലായ? എടാ വേറെ പെണ്ണിനെ കിട്ടിയടാ. നമ്മുടെ എടാ നായകനെ മാറ്റാൻ പറ്റുമോ? ഗ്ലാമറില്ലടാ. ഞാൻ കട്ട ഫിഗറാണ്. തുടങ്ങാം നമുക്ക്. എന്നെ മറിച്ച് കയറുന്നിട്ടാ. അപ്പൊ ഓക്കെ, ആദ്യം പോലെ പത്താം കുത്ത്. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ പയ്യനാണ് സാഗർ ആൻ്റണി. അപ്പോൾ സാഗർ ആൻ്റണി ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്ന റൗണ്ട് ഏതാടാ? മലയാളം ഫാസ്റ്റ് റൗണ്ട് അല്ലേ? മലയാളം ഫാസ്റ്റ് റൗണ്ടാണ് പെർഫോം ചെയ്യാൻ പോണത്. അപ്പം ഞാനും നമ്മുടെ പിള്ളേരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. എൻ്റെ പൂർണ്ണമായ പിന്തുണ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്നെയും ഇവനെ കുഴപ്പമില്ല, ഞങ്ങൾ അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളി പറഞ്ഞു. അടിപൊളി. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. ശ്രീനിവാസിന്റെ അതേ ലുക്കൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നോക്കി ചെയ്തതാണോ അതോ ആക്സിഡന്റലി അങ്ങനെ വന്നതാണോ? അതുപോലെ ചെയ്തതാണോ? ഓക്കെ. കോൺസെപ്റ്റ് ഉണ്ടോ അതോ മമ്മൂട്ടി വരുന്നുണ്ടോ? മമ്മൂട്ടി ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് കാണാം. ഓൾ ദ ബെസ്റ്റ് സാഗർ. താങ്ക് യു ചേച്ചി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എൻ്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്ന
വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയല്ലേ, രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയല്ലേ. വൃന്ദാവന കണ്ണാനി വൃന്ദാവനത്തേരിൽ വായോ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാർഗഴിയേ മാർഗഴിയേ മല്ലികയേ മന്ദാരപ്പൂങ്കുരുവിയേ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഷൺമുഖം. സാഗർ ആൻഡ് ഗ്രൂപ്പ് എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഞങ്ങൾ ചിരിച്ചതിനൊന്നും ഒരു കണക്കില്ല. ആൻഡ് മമ്മൂട്ടി, ദൈവമേ, വെയിലത്തിരുന്നിട്ട് കുറച്ച് കറുത്തിട്ടാണെങ്കിലും തോൽവികൾ ഏറ്റുവാങ്ങാൻ വിമൽ കുമാറിന്റെ ജീവിതം പിന്നെയും ബാക്കി. ഓക്കെ. എന്തായിരുന്നു ചേട്ടാ, തലയിൽ താരനോ മമ്മൂട്ടിക്ക് ഉള്ളതാണല്ലേ? ഒരു വട്ടം കൂടി ആക്ഷൻ കാണിക്കാം, നാവൊക്കെ പുറത്തിട്ട്. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. സുധാ മാം. Hi Sagar, hi Vimal. Welcome back. I think Vimal സ്റ്റേജിൽ വരുമ്പോഴൊക്കെ we can expect something different. അതൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയാലും ഹൈലൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും എപ്പിസോഡിൽ. സൈഡ് ട്രാക്ക് ആയിരുന്നു ടോട്ടൽ, പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് വിതൗട്ട് ഡിസ്റ്റർബിങ് ദ മെയിൻ ഐറ്റം, നിങ്ങളുടെ അവിടുത്തെ ഒരു ട്രാക്ക് സെപ്പറേറ്റ് ട്രാക്ക് ആയിരുന്നു, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ട്രാക്ക് ആയിരുന്നു. പക്ഷെ എൻ്റെ പാവം ഹീറോയിനും വിട്ട് സാഗർ അടുത്ത് വന്നു. ബാഡ് ലക്ക് ആണത്. ബട്ട് ഓവറോൾ ഷോർട്ടിൽ പറയുന്ന, ഇഫ് ഐ ഹാവ് ടു സേ ദിസ്, പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ഒരു സോങ് പിക്ചറൈസേഷൻ 4 days അവർ അല്ലെങ്കിൽ 3 days ഷൂട്ട് ചെയ്യും. അതിനുശേഷം എഡിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ഒരു സോങ് ഫോർമാറ്റിൽ നമ്മൾ ഒരു 3.5 അല്ലെങ്കിൽ 4 minutes നമ്മൾ സ്ക്രീനിൽ കാണും. പക്ഷെ ഇവിടെ വിതൗട്ട് എഡിറ്റിംഗ് ഒരു ടോട്ടൽ ഫിലിം എൻ്റെ സോങ് സീക്വൻസ് പോലെ ഉണ്ടായിരുന്നു. ആബ്സല്യൂട്ട്ലി എ ഫിലിം സീക്വൻസ്. താങ്ക് യു മാം. അതിലെ പെർഫോമൻസും ഡാൻസും എക്സ്പ്രഷൻസും ആക്ടിങ്ങും, അത് വിമലായാലും അത് സാഗർ ആയാലും, ആൻറ്റോഗനിസ്റ്റ് പ്രൊട്ടോഗനിസ്റ്റ്, അവിടെ സാഗർ ഹീറോയിൻ അവിടെ കൊണ്ടുപോകുമ്പോൾ വിമലിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഹീറോയിൻ തിരിച്ച് വിമലോടെ ഡാൻസ് ചെയ്യുമ്പോൾ നിൻ്റെ അവിടെ പെർഫോമൻസ് ആയിരുന്നു. സാഗർ, യു ഹവ് റിയലി ഇംപ്രൂവ് ട്രെമെൻഡസ്ലി മോൻ. ലെവൽ ടു ദിസ് ലെവൽ, പെർഫോമൻസ് ടു പെർഫോമൻസ്, നിൻ്റെ പെർഫോമൻസ് അപ്വേർഡാണ്, ഡൗൺവേർഡ് അല്ല. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ആണ്.
ഷിബു മാസ്റ്റർ ഡെഫിനറ്റ്ലി നല്ലൊരു കൊറിയോഗ്രാഫറാണ്, പക്ഷേ ഈസ് ഓൾസോ വർക്കിംഗ് ഓൺ യു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി വെരി ഗുഡ് ടീം വർക്ക് ആൻഡ് നൈസ് ജോബ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. മാസ്റ്റർ, ഈ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ ഡാൻസിങ് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് മുതൽ ഇമിറ്റേറ്റിംഗ് ആർട്ടിസ്റ്റ്, സിനിമയിലെ കണ്ട ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ് ലൈക്ക് ശ്രീനിവാസൻ സർ, മമ്മൂട്ടി സാറൊക്കെ ഇമിറ്റേറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ പെർഫോമൻസ് മുതൽ. താങ്ക് യു ഷിബു. എൻ്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു മാസ്റ്റർ. പിന്നെ രുക്മിണി, ഒരു ഹീറോയിൻ വരുമ്പോൾ അതിനായിട്ടുള്ള ജസ്റ്റിസ് വേണമുള്ളൂ. കുറച്ചുകൂടി ആ എക്സ്പ്രഷൻസ്, ലിപ് സിങ്കിങ് ഒക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു മാസ്റ്റർ. ചേച്ചി, മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഡാൻസ് മാത്രമല്ല, പെർഫോമൻസ് മാത്രമല്ല, ശ്രീനി സാറിനെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഒരു പോർഷൻ മാത്രമല്ല, ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും മോൻ ശ്രമിച്ചു. അസലായിരുന്നു. പിന്നെ വിമൽ ചേട്ടാ കലക്കി, സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. സാഗർ, കമന്റ്സ് ഒക്കെ കേട്ടില്ലേ? ഇവിടുത്തെ മാർക്സ് ചോദിക്കാം. ശാന്തി മാസ്റ്റർ, on 10? 9 on 10. 9 on 10. സുധാ മാം, 9 on 10. 9 on 10 again. ചേച്ചി, 9 on 10. 9 on 10. Thank you judges. So Sagar 27 on 30. കുഴപ്പമില്ലാത്ത സ്കോർസ് തന്നെയാണ് സാഗർ. ഇനി തേർഡ് സ്റ്റേജിൽ സാഗറിന് ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട്. സോ അതിൽ 30 on 30 ലഭിക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു വിമലേട്ട. ഇനിയും എത്തില്ലേ? ഇനി ഏതൊക്കെ റോൾസിലാണ് എത്തുക സൂപ്പർ ഡാൻസ് ജൂനിയർ 5-ൽ? അത് ശിവമാസ്റ്റർ പറയണം. ഓക്കെ, എന്തായാലും ഇനിയും സപ്പോർട്ട് ചെയ്യാൻ എത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 5-ന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു. സാഗറിന്റെ ഒരു എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞത്. സൂപ്പർ ഡാൻസർ ജൂനിയർ 5-ലെ അടുത്ത പെർഫോമറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു ചെറിയ ഇടവേള. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 5. ഒന്നാം സമ്മാനം നേടുന്ന ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 5 വിജയെ കാത്തിരിക്കുന്നത് സിന്ധു ഫാർമസി ബദാം ലേഹ്യം നൽകുന്ന ക്യാഷ് പ്രൈസ്.